കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായ ജസ്ന സലീം. ജസ്ന സലീമിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിലൂടെ ഗുരുവായൂർ അമ്പലനടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തുന്ന വീഡിയോകളും എല്ലാം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ എടുത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഈ കുട്ടി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എത്രയോ നാളുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ പോകാറുണ്ട്. കുട്ടി ഒരു തട്ടമൊക്കെ ഇട്ട് തലയിൽ തട്ട ഇട്ടിട്ടാണ് ഇങ്ങനെ പോവാറ്. പോയതിന് ശേഷം ഈ കുട്ടി അവിടെ ചെന്നിട്ട് വീഡിയോകൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കണേന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ ഭയങ്കര വൈറലായൊക്കെ അങ്ങ് പോയ വീഡിയോകളാണ്. ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് കൃഷ്ണ വിഗ്രഹത്തിൽ മാല ഇടുന്നതും. ഞാൻ ഗുരുവായൂർ പോവാണ് ഹരേ കൃഷ്ണമാല കണ്ണടി ചാർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ കുട്ടി ഒരു പ്രാവശ്യം കഴിഞ്ഞ വർഷം പോയിട്ട് അവിടെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാണ്. കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ടാണ്. ഒരു ഹിന്ദുവായ ഒരു മനുഷ്യൻ പോലും ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അവിടെ ചെന്ന് കേക്ക് കട്ട് ചെയ്യുകയോ ഇത് തലയിൽ തട്ടോ ഇട്ടിട്ട് അമ്പലനടയിൽ ചെന്നിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പിന്നെ അപ്പം ആളുകളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നോക്കുമ്പം ഒരു മുസ്ലിം പെൺകുട്ടിയല്ലേ, ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ള ഒരിതൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ഈ പെൺകുട്ടി അവിടെ കേക്ക് കട്ട് ചെയ്യുകയും അതൊക്കെ നല്ല ഇത് വീഡിയോ പിടിക്കാനായിട്ടൊക്കെ ഇതിനായിട്ട് വേറെ ആളുകളുണ്ട്. എന്നിട്ട് അവിടെ നിന്നും കൊണ്ട് റീൽസുകൾ ഫുള്ള് ഈ അമ്പലനടേര ചുറ്റിനും കറങ്ങി ചുറ്റി റീൽസുകൾ എടുക്കുകയാണ്. ഇത് ആരെ കാണിക്കാൻ ഇങ്ങനെ റീൽസ് എടുക്കണം? ഈ രണ്ട് മതസ്ഥരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ചെയ്യുന്ന ഒരേ ഒരിതാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. വേറെ ആർക്കും എന്തുകൊണ്ട് തോന്നാത്തത്? ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് അറിവില്ലാതെ എന്നാലും അല്ലെങ്കിൽ തന്നെ ഒരു ശബരിമലയിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളൊക്കെ പോവാറുണ്ട്. ആ അമ്പലത്തിൽ പോയി ഭജന അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഭയങ്കര അത് കുട്ടിക്കാലത്താണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ദൂരോട്ട് പോയി നിന്ന് കാണാമല്ലോ. ഇപ്പം അമ്പലങ്ങളിൽ വെച്ച് എത്രയോ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മളെ വിളിക്കുന്നുണ്ട്, നമ്മൾ പോകുന്നു, മര്യാദ രൂപേണ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അല്ലാതെ ഞങ്ങളൊരു ഫോട്ടോ എടുക്കുകയോ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. എങ്കിന്നാൽ എന്തുകൊണ്ട് ഹിന്ദുവായ അവർ ഒരു പള്ളിയിൽ കയറി ഫോട്ടോ എടുക്കുന്നില്ല? ഒരു പള്ളിയുടെ പരിസരം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു പള്ളിയുടെ ഭാഗത്ത് കയറി ഹിന്ദുവായ അവർ ഫോട്ടോ എടുക്കുന്നുണ്ടോ? ഫോട്ടോ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ല. എത്രയോ ദിവസം കൊണ്ട് ഈ കുട്ടിയുടെ കാര്യമാണ് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം കളറുള്ള മാലകൾ പല കളറിൽ പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങനെ വളയം പോലെ ആക്കി അങ്ങനെ ഒരു മാല കൊണ്ടുവന്ന് അതങ്ങനെ ഇടുന്നുണ്ട്. ഇട്ടിട്ട് അതും വീഡിയോ പിടിച്ച് ജസ്ന സലീമിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുകയും അത് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി. ഈ ജസ്ന സലീമാണ് ഞാൻ ഇങ്ങനെ ഒരു അന്യ മതത്തിൽപ്പെട്ട ഒരു ദൈവത്തിനെ എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ഈ പെൺകുട്ടി കാണിച്ചു കൂട്ടുന്ന ഒരേ ഇതാണ്. ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ 10 പേര് അറിയണ്ടേ, അയ്യോ ദോ പോണ് ജസ്ന സലീം കൃഷ്ണൻ്റെ രാധ എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരേ ഒരു ഇതാണ്. ഇത് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകളിരുന്ന് ഓരോന്ന് പറയുമ്പം നിൻ്റെ ഒരേ ഇത് കൊണ്ടാണ് ആളുകൾ നിന്നെക്കുറിച്ച് പറയണേ. ഇരുന്ന് മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മോങ്ങണത് എന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നീ മോങ്ങണത് അല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ ഹിന്ദുക്കൾ വന്ന് മുസ്ലിംസിൻ്റെ പള്ളികളിൽ വന്നിട്ട് ഈ കുട്ടികൾ എത്രയോ വർഷം കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തത് കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. വെളിയിൽ വന്ന് നിന്ന് അവർ കരഞ്ഞ് പ്രാർത്ഥിക്കണവർ കാണും. അതിനൊന്നും ആരും ഒന്നും പറയൂല. എന്നാലും ഇതങ്ങനെയല്ല. നീ ചെയ്യുന്ന പക്ക പോക്രിത്തരമാണ്. അതിനകത്ത് അമ്പലനടയ്ക്കകത്ത് തട്ടോ ഇട്ടും കൊണ്ട് കയറി കാണിച്ചു കൂട്ടുന്നതാണ്. റീൽസുകൾ ഫുൾ എടുക്കുന്നുണ്ട് അവിടെ നിന്ന്.
അപ്പം ഇതൊക്കെ ചെയ്യുന്നത് ഈ ഹിന്ദുക്കൾക്ക് സഹിക്കാൻ പറ്റൂല. അപ്പം നീ ചെയ്യുന്ന എന്തുവാണെന്നാണ്, രണ്ട് മതക്കാർ തമ്മിൽ അടിച്ച് പിരിയാൻ വേണ്ടി ഞാൻ പറയണത്. ഈ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ നോക്കില്ല, മുസ്ലിംസ് എല്ലാം കൂടി ചേർന്ന് ഈ ഹിന്ദുക്കളെ കൂടെ ചേർന്ന് നിന്നും കൊണ്ട് ഇതിനൊരു നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയാനുള്ളത്. ഇപ്പം ദേവസ്വം ബോർഡ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി കരഞ്ഞിട്ടും വിളിച്ചിട്ടും ഒന്നും കാര്യമില്ല. നീ വന്നിരുന്ന് ഇന്നലെ കരയണ കണ്ടല്ലോ, എന്നെ സങ്കടപ്പെട്ടിരുന്ന് പറയണ കേട്ടല്ലോ, എന്നെ പിന്നെന്തോന്ന് എന്നെ ഹൈക്കോടതി ഇപ്പം എന്തോന്ന് ചെയ്തു കളയും, അങ്ങനെയാണ് ഇങ്ങനെ. നിനക്ക് കോടതിയെ വരെ നീ ബഹുമാനിക്കണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ മനസ്സിലാവുക. നിനക്ക് നിന്റെ പിന്നിൽ ആരാണ്, നിന്റെ പിന്നിൽ ആളുണ്ട്, അതുകൊണ്ടായിരിക്കും നീ കോടതിയെ ബഹുമാനിക്കാത്തത്. ഒന്നും രണ്ടും പ്രാവശ്യമല്ല നിന്റെ അടുത്ത് കോടതി പറഞ്ഞു വിലക്കിയത്. ഈ കോടതി ആയിരുന്നാലും പറഞ്ഞു വിലക്കുമ്പോൾ അതിന്റെ ഇരട്ടിയാണ് കാണിച്ചുകൊണ്ടിരിക്കണത്. ഇതിന് തക്ക നടപടി തന്നെ എടുക്കണം. നരേന്ദ്രമോദിക്ക് കൃഷ്ണന്റെ പടം വരയ്ക്കണത് കൊടുക്കണത് അത് എവിടെ വെച്ചിട്ട്? ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാ. എവിടെ വെച്ചിട്ടാ എനിക്കറിഞ്ഞൂടാ. പിന്നെ സുരേഷ് ഗോപിക്ക് കൊടുക്കണതും കൃഷ്ണൻ്റെ പടം വരച്ച് കൊടുക്കണതും എല്ലാപ്പോഴും ജനങ്ങൾ കുറച്ചുകൂടെ അറിഞ്ഞു. ഇങ്ങനെ നിനക്ക് ഇങ്ങനെ പബ്ലിസിറ്റി നേടിക്കൊണ്ടിരിക്കണം. അപ്പോഴേ എന്തോന്ന് ചെയ്യും? ഈ ജനങ്ങൾ വർഗീയത കൂടെ ഉള്ളൂ. രണ്ട് മതക്കാരും തമ്മിൽ വർഗീയത കൂടും. നീ ഇന്നലെ കുറേയൊക്കെ ഇരുന്ന് പറയണ ഇതുണ്ടായിരുന്നല്ല, നീ വീഡിയോ നിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നല്ല, എന്നെ ഇപ്പം പിടിക്കും, അങ്ങനെ അഥവാ അങ്ങ് പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ, പിന്നെ കോടതി നിയമം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കളിയാക്കണുണ്ടല്ലോ. നിൻ്റെ ഇത് നീ പടം വരച്ചോ, കൃഷ്ണൻ്റെ പടം വരച്ച് ശരിയാണ്, വിറ്റോ. എന്നിട്ട് ഈ അമ്പല നടയ്ക്കകത്തൊക്കെ പോയിട്ട് അവരെ ഇല്ല ഒരുമാതിരി കളിയാക്കും കണക്കല്ലേ കാണിക്കണത്. ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളിനും പ്രവേശനം ഇല്ല എന്നുള്ളത് അത് നീ ലംഘിച്ചു കൊണ്ടാണ് ഇത്രയും നാളായിട്ട് നീ അത് തെറ്റിച്ചു കൊണ്ടാണ് നീ അമ്പലത്തിൽ പോവുകയും അവിടെ ചെന്ന് റീൽസുകൾ ഇടുകയും നിനക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ നീ കാണിച്ചു കൂട്ടുകയും ചെയ്തത്. ഇത് ഈ ഹിന്ദുക്കളെ തരം താഴ്ത്തുന്ന ഒരിതാണ് കാണിക്കുന്നത്. അവരെത്ര വരണം? ഒരു പള്ളിയിൽ അവർ കയറി എത്ര റീൽസ് എടുക്കണം പറയാം? അവരെത്ര കേക്ക് കട്ട് ചെയ്യാൻ വരണം? ഒരു പള്ളിയിൽ വന്നിട്ട് അവർ കേക്ക് കട്ട് ചെയ്യണം നീ കണ്ടിട്ടുണ്ടാ? അവർ ചെയ്യോ? ഇല്ലല്ല. അവർ അതിൻ്റെ വെളിയിൽ വന്നിന്ന് അവർ കരഞ്ഞിട്ടല്ലേ പോണത്. അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവർ പോവും. അതാണ് അവരെ ബഹുമാനം. അത് നീ മനസ്സിലാക്കണം. നീ അങ്ങനെയാണോ ചെയ്തത്? ഗുരുവായൂർ അമ്പല നടയിലോട്ട് അങ്ങോട്ട് ചെന്നിട്ട് തൊഴുതിട്ട് പിന്നെ അത് അവിടെ മാലയങ്ങോട്ടിട്ട് കണ്ണനെ ഞാൻ ആരാധിക്കണം. അപ്പോൾ ഈ ജനങ്ങൾ അവിടെ നിൽക്കണവർ വിചാരിക്കും ഒരു മുസ്ലിം പെൺകുട്ടി കണ്ട അതിൻ്റെ ഒരു സ്നേഹം കണ്ട എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നീ ഈ ചെയ്യണേന്നുള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാം. നിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നീ ഈ കാട്ടിക്കൂട്ടണ വേലകൾ. അത് മൊത്തവും ജനങ്ങൾക്കറിയാം. നീ ചെയ്യണത് ഒട്ടും ശരിയല്ല. ഇതൊക്കെ പക്ക തോന്നിയസമാണ്. നിനക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് നീ സോഷ്യൽ മീഡിയ വഴി നിനക്ക് വൈറലാവാൻ വേണ്ടിയിട്ട് നീ ഓരോ കോപ്രായത്തരങ്ങൾ കാണിച്ചു കൂട്ടുകയല്ലേ ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെയാണ് നീ തകർത്തത്. കോടതിയെ വരെ ഇവക്ക് പേടിയില്ല, പുച്ഛിച്ച് തള്ളേണ്. ജനങ്ങളെല്ലാവരും ഒറ്റ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഒന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറ്റരുത്. നീ കൃഷ്ണൻ്റെ പടം വരച്ച് നീ കൊടുത്തോ? എൻ്റെ പൊന്ന് ജസ്ന, നിനക്ക് എന്തിന്? നീ പടം വരച്ച് നീ കൊടുത്തോ? നീ ആർക്കാ വിറ്റോ? എത്ര ലക്ഷത്തിന് വേണമെങ്കിലും നീ വിറ്റോ? ഞാൻ ആരും ഒന്നും പറയൂല. അവരെയൊക്കെ വിശ്വാസത്തെ ദയവ് ചെയ്ത് അവരെയൊന്നും വിശ്വാസത്തെ നീ തകർക്കാതിരിക്കുക. നിന്നെയൊക്കെ എന്തൊരു പറയാൻ.